Welcome to class 11 physics. Today we start a new unit, unit 3 and chapter 5. Chapter 5 of unit 3, laws of motion. And the first topic is laws of motion, Newton's first law. That is the first topic. And this is class number P30, unit 3, chapter 5. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ക്ലാസ് 11 ഫിസിക്സ് +1 ഫിസിക്സ് HSC CBSC ISC സ്റ്റുഡൻസിനുള്ളതാണ്. അതിൻ്റെ യൂണിറ്റ് 3 ചാപ്റ്റർ 5 ആരംഭിക്കാൻ ലോസ് ഓഫ് മോഷൻ ഫസ്റ്റ് ലോ വെച്ചാണ് തുടങ്ങുന്നത്. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. 3 ലോസ് ആർ ദെയർ ആൻഡ് വി സ്റ്റാർട്ട്. So the first law is called the law of inertia. The first law, Newton's first law of motion, is called law of inertia, and this law states that statement everybody continues to everybody Uranus, every body, every with a space, everybody continues to continue in its state of rest or uniform motion along a straight line unless compelled by some external force to change their state. You make a correction. Every body, some space is needed. Every body continues in a state of rest or uniform motion in a straight line unless compelled by some external force to change their state. എല്ലാ വസ്തുക്കളും റെസ്റ്റിലാണെങ്കിൽ അങ്ങനെയായിരിക്കും. നേരേഖയിൽ ചലിക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ യൂണിഫോം മോഷനാണെങ്കിൽ അതും അങ്ങനെയായിരിക്കും. ബാഹ്യമായിട്ട് ഫോഴ്സ് ഒന്നും പ്രവർത്തിക്കാനില്ല എങ്കിൽ, ഒരു വസ്തുവിൻ്റെ പുറത്ത് ബാഹ്യമായിട്ട് ഫോഴ്സ് ഒന്നും പ്രവർത്തിക്കാനില്ല എങ്കിൽ റെസ്റ്റിൽ ഉള്ള വസ്തുക്കൾ തുടർന്നും അങ്ങനെയായിരിക്കും. യൂണിഫോം മോഷനിൽ സ്ട്രെയിറ്റ് ലൈനിൽ യൂണിഫോം മോഷനിലുള്ള വസ്തുക്കൾ തുടർന്നും അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. എവരി മെറ്റീരിയൽ ബോഡി കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ along a straight line unless it is compelled by an external force to change that state. ബാഹ്യമായിട്ട് ഫോഴ്സ് ഒന്നും പ്രവർത്തിക്കാനില്ല എങ്കിൽ വസ്തു റെസ്റ്റിലുള്ളവ തുടർന്ന് റെസ്റ്റിലായിരിക്കും. സ്ട്രെയിറ്റ് ലൈനിൽ നേരേഖയിൽ യൂണിഫോം മോഷനിലുള്ളവ അങ്ങനെ തന്നെ ചലിക്കുകയും ചെയ്യും. അതാണ് ഫസ്റ്റ് ലോ. ഈ ഫസ്റ്റ് ലോയിൽ നിന്ന് കിട്ടുന്ന 2 പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ഒന്ന് ഇനർഷ്യ ഓഫ് റെസ്റ്റ് ആൻഡ് ഇനർഷ്യ ഓഫ് മോഷൻ. അതുപോലെ തന്നെ ആ ഫോഴ്സ് എന്താണ്. ഫ്രം ദി ഫസ്റ്റ് ലോ വി ഗെറ്റ് 2 ഡെഫിനേഷൻസ്. One for inertia and other for force. And inertia, the first law helps us to define inertia and force. First law ഇനർഷ്യയും ഫോഴ്സും ഡിഫൈൻ ചെയ്യാൻ നമ്മെ സഹായിക്കും. ഇനർഷ്യ മലയാളത്തിൽ ജഡത്വം എന്ന് പറയും. അതായത് ചലിക്കാനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം എന്ന് പറയുന്നത്. The first law helps us to define inertia and force. What is inertia? The inability of a body to change its state of rest by itself is called inertia of rest. Inertia തന്നെ 2 തരത്തിലുണ്ട്. Inertia of motion and inertia of rest. What is inertia of rest? The inability of a body to change its state of rest by itself is called inertia of rest. The inability of a body to change its state of motion, state of uniform motion along a straight line is called inertia of motion. അപ്പോൾ വസ്തുവിൻ്റെ ഇനർഷ്യ 2 തരത്തിലാണ്. ഒന്ന് ഇനർഷ്യ ഓഫ് റെസ്റ്റ്, രണ്ടാമത്തെ ഇനർഷ്യ ഓഫ് മോഷൻ. എന്താണ് ഇനർഷ്യ ഓഫ് റെസ്റ്റ്? റെസ്റ്റിലുള്ള വസ്തുവിന് സ്വയം ചലിക്കാൻ പറ്റാത്ത അതിൻ്റെ ആ കഴിവില്ലായ്മ, ഇനബിലിറ്റിയാണ്. അതുപോലെ മോഷനുള്ള വസ്തുവിന് സ്വയം മോഷൻ, വെലോസിറ്റി മാറ്റാൻ കഴിയാത്തത്, അത് ചലിക്കുന്ന വസ്തുവിൻ്റെ ഇനർഷ്യയാണ്. അപ്പോൾ 2 തരം ഇനർഷ്യ ഉണ്ട്. ഇനർഷ്യ ഓഫ് റെസ്റ്റ്, ഇനർഷ്യ ഓഫ് മോഷൻ. ബാഹ്യമായിട്ടുള്ള ഫോഴ്സ് ഇല്ലാത്ത അവസ്ഥയാണ് പറയുന്നത്. Both together is called laws of inertia. Mass is a measure of inertia. Greater the mass, greater the inertia of inertia. അപ്പം മാസ് എന്ന് പറഞ്ഞാൽ ഇനർഷ്യയുടെ ഒരു മെഷർമെൻ്റാണ്. കൂടുതൽ മാസ് ഒരു വസ്തുവിന് ഉണ്ടെങ്കിൽ ഇനർഷ്യയും കൂടുതലായിരിക്കും. മാസാണ് ഇനർഷ്യയുടെ മെഷർമെൻറ്റ്. Then what is force? Force, first law defines a force as something which changes the state of rest or uniform motion of a body along a straight line. Force, first law defines, what is force? First law defines a force as something which changes the state of rest or uniform motion of a body along a straight line.
ഒരു വസ്തുവിൻ്റെ റെസ്റ്റിലുള്ള അവസ്ഥ മാറ്റാൻ, അല്ലെങ്കിൽ യൂണിഫോം മോഷൻ ആണെങ്കിൽ അതിൻ്റെ ചലനാവസ്ഥ മാറ്റാൻ ഉള്ള ബാഹ്യമായ ഒരു പ്രവൃത്തി, ഒരു പ്രേരണ, അതിനെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ്. ഒരു റെസ്റ്റിലുള്ള വസ്തുവിൻ്റെ റെസ്റ്റ് അവസ്ഥ മാറ്റാനും ചലിക്കുന്ന വസ്തുവിൻ്റെ ചലനാവസ്ഥ മാറ്റാനും ഉള്ള ബാഹ്യ പ്രവൃത്തിയെ, ആക്ഷനെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ്. എക്സാമ്പിൾസ് ഓഫ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഇൻ ഡെയിലി ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഇനർഷ്യയുടെ എക്സാമ്പിളായിട്ട് നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ്? ഏതാനും എക്സാമ്പിൾ പറയുകയാണ്. ഏത് എക്സാമ്പിൾ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാവുന്നതാണ്. എക്സാമ്പിൾസ് ഓഫ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഇൻ ഡെയിലി ലൈഫ്. എക്സാമ്പിൾസ് ഓഫ് ഇനർഷ്യ ഓഫ് റെസ്റ്റ്. ഇനർഷ്യ ഓഫ് റെസ്റ്റിനുള്ള ചില എക്സാമ്പിളാണ് ആദ്യം പറയുന്നത്. നമ്പർ 1, when a bus starts suddenly the passengers fall backward. ഒരു വണ്ടി അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പാസഞ്ചേഴ്സ് പുറകോട്ട് വീഴുന്നു. എന്തുകൊണ്ടാണ്? when a bus starts suddenly, ബസ് സ്റ്റാർട്ട്സ് അപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാസഞ്ചേഴ്സ് പുറകോട്ട് വീഴുന്നു. കാരണം എന്താണ്? when a bus starts suddenly, the lower part of the body of a passenger being in contact with the bus begins to move forward with the speed of the bus, but in the upper part, due to inertia of rest, tends to remain at rest. Therefore, the upper part is left behind and hence passenger falls backward. അപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിൽ ഒരാൾ നിൽക്കുകയാണ്. ആ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ആളിൻ്റെ ഈ പാദം, താഴത്തെ പാർട്ട്, ശരീരത്തിൻ്റെ താഴത്തെ പാർട്ട് മുന്നോട്ട് ചലിക്കും. എന്നാൽ മുകളിലത്തെ ഭാഗം ഇനർഷ്യ ഓഫ് റെസ്റ്റ് മൂലം അനങ്ങാതെ നിൽക്കുകയായിരിക്കും. ആ കാരണം കൊണ്ട് പുറകോട്ട് വീഴും. ദാറ്റ് ഇസ് ദി ആൻസർ. നെക്സ്റ്റ് എക്സാമ്പിൾ, ബീറ്റിംഗ് ഓഫ് എ ഹാങ്ങിങ് കാർപ്പറ്റ്. അത് നമ്മൾ തൂക്കിയിട്ടിരിക്കുന്ന ഒരു കാർപ്പറ്റിൽ ബീറ്റ് ചെയ്യുമ്പോൾ പൊടി തെറിച്ച് പോകുന്നതിൻ്റെ, അതിലെ ഡസ്റ്റ് പാർട്ടിക്കിൾ തെറിച്ച് പോകുന്നതിൻ്റെ കാരണം, when a hanging carpet is beaten with a stick, the dust particles are removed from it. ഇപ്പം നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്ന, തൂക്കിയിട്ടിരിക്കുന്ന ഒരു കാർപ്പറ്റിൽ നമ്മളൊരു വടി കൊണ്ട് അടിക്കുമ്പോൾ ആ കാർപ്പറ്റിലെ പൊടി, ഡസ്റ്റ് പാർട്ടിക്കിൾ തെറിച്ചു പോകും. എന്താണ് കാരണം? The reason is that the carpet on beating suddenly moves forward and the dust particles due to inertia of rest continue to remain at rest. Hence the dust particles fall down due to their weight. Hence the carpet gets cleaned. കാർപ്പറ്റിൽ വടി കൊണ്ട് അടിക്കുമ്പോൾ കാർപ്പറ്റ് പെട്ടെന്ന് ചലിക്കും. എന്നാൽ ഡസ്റ്റ് പാർട്ടിക്കിൾ അതിൻ്റെ ഇനർഷ്യ മൂലം അവിടെ തന്നെ നിൽക്കും, എന്നിട്ട് താഴോട്ട് വീഴുകയും ചെയ്യും. അങ്ങനെ ബീറ്റ് ചെയ്ത് നമുക്ക് കാർപ്പറ്റ് ക്ലീൻ ആക്കാൻ സാധിക്കും. നെക്സ്റ്റ്, ഓൺ ഷേക്കിംഗ് ദി ബ്രാഞ്ച് ഓഫ് എ ട്രീ ദ ഫ്രൂട്ട്സ് ഫാൾ ഡൗൺ. ഒരു മരച്ചില്ല, ഫ്രൂട്ട്സ് ഉള്ള ഒരു മരച്ചില കുലുക്കിയാൽ, അല്ല ഫ്രൂട്ട്സ് മാങ്ങയൊക്കെ ആണെങ്കിൽ ആ കൊമ്പ് കുലുക്കിയാൽ താഴത്തേക്ക് വീഴും. അതിൻ്റെ കാരണം എന്താണ്? When the branch of a tree is shaken, it comes in motion while the fruits due to inertia of rest continue to remain at rest. ബ്രാഞ്ച് കുലുക്കുമ്പോൾ ആ കൊമ്പ് മാറും, എന്നാൽ ഈ ഫ്രൂട്ട്, മാംഗോ, അത് ഇനർഷ്യ മൂലം അവിടെ തന്നെ നിൽക്കാൻ ശ്രമിക്കും. ഈ പ്രോസസ്സിൽ അത് ഞെട്ടരിക്ക് റിപ്പോർട്ട് വീഴും. Therefore the fruits get detached from the branch and fall down due to the pull of Earth's gravity. ഗ്രാവിറ്റിയുടെ പ്രവർത്തനം മൂലം ഈ ഫ്രൂട്ട് താഴോട്ട് വീഴും. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് എക്സാമ്പിൾസ് ഓഫ് ഇനർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ഇനിയൊരു എക്സാമ്പിൾ ഉണ്ട്, അത് ഇനർഷ്യ ഓഫ് മോഷൻ്റെ എക്സാമ്പിളായിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനർഷ്യ ഓഫ് മോഷൻ, എക്സാമ്പിൾസ് ഓഫ് ഇനർഷ്യ ഓഫ് മോഷൻ. നമ്പർ 1, when a running bus stops suddenly, the passengers are jerked forward. When a running bus suddenly stopped, the passengers are jerked forward.
ഓടുന്ന വണ്ടി പെട്ടെന്ന് നിർത്തിയാൽ ഈ യാത്രക്കാരെ മുന്നോട്ട് തെറിക്കും, മുന്നോട്ട് ചാടും. അതിന് കാരണം എന്താണ്? ദ റീസൺ ഈസ് ദാറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇനർഷ്യ ബസ്സിൻ്റെ കാര്യം പോലെ തന്നെ അത് പെട്ടെന്ന് നിർത്തുകയാണ്. നിർത്തുമ്പോൾ കാല് പെട്ടെന്ന് നിൽക്കും, ആളിൻ്റെ കാല് പെട്ടെന്ന് നിൽക്കും, മോൾഭാഗം മുന്നോട്ട് ചലിക്കും, അതുകൊണ്ട് മുന്നോട്ട് വീഴുന്നതായിട്ട് അനുഭവപ്പെടും. ദ റീസൺ ഈസ് ദാറ്റ് ഇൻ എ റണ്ണിങ് ബസ് the speed of the passenger is equal to the speed of the bus. As the bus stops suddenly, the lower part of the body being in contact with the bus comes to rest, but the upper part, due to inertia of motion, remains in the same motion. Hence, he is jerked forward. അപ്പോൾ ബസ് സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഈ ലോവർ പാർട്ട് കാൽപാദം ലോവർ പാർട്ട് സ്റ്റോപ്പിലേക്ക് വരും, അപ്പർ പാർട്ട് ഇനർഷ്യ ഓഫ് മോഷൻ മൂലം ചലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ആൾ മുന്നോട്ട് വീഴും, മുന്നോട്ട് ചാടും. മുകൾ ഭാഗം ബോഡിയുടെ മുകൾ ഭാഗം മുന്നോട്ട് ജർക്ക് ചെയ്യും. നമ്പർ 2, ദ പാസഞ്ചർ ഗെറ്റിംഗ് ഔട്ട് ഓഫ് എ മൂവിങ് ട്രെയിൻ ഓർ ബസ് ഫാൾസ് ഇൻ ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഓടുന്ന വണ്ടിയിൽ നിന്ന് ഒരാൾ, ട്രെയിനിൽ നിന്ന് ബസ്സിൽ നിന്ന് ഒരാൾ ചാടി ഇറങ്ങിയാൽ അയാൾ മുന്നോട്ട് വീഴും. അതിൻ്റെ കാരണം എന്താണ്? ദ റീസൺ ഈസ് വെൻ ദി പാസഞ്ചർ സ്റ്റെപ്സ് ഡൗൺ ഹിസ് ഫീറ്റ് കം ടു റെസ്റ്റ് ഇമ്മീഡിയറ്റ്ലി, ബട്ട് ദി അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി ഡ്യൂ ടു ഇനർഷ്യ ഓഫ് മോഷൻ കണ്ടിന്യൂസ് ടു റിമൈൻ ഇൻ മോഷൻ. സോ ഹി ഫാൾസ് ഇൻ ദി ഫോർവേഡ് ഡയറക്ഷൻ. ഓടുന്ന വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുമ്പോൾ ഇയാളുടെ കാലുകൾ റെസ്റ്റിൽ വരും, നിലത്ത് തൊടുമ്പോൾ കാൽ റെസ്റ്റാകും. എന്നാൽ ഇനർഷ്യ ഓഫ് മോഷൻ മൂലം ബോഡിയുടെ മോൾ ഭാഗം മുന്നോട്ട് ചലിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ഇയാൾ മുന്നോട്ട് വീഴും. ടു അവോയ്ഡ് ഫാളിങ് ഡൗൺ ഹീ ഷുഡ് റൺ ഫോർവേഡ് ടു ദി സെയിം ഡയറക്ഷൻ ഫോർ എ സർട്ടൻ ഡിസ്റ്റൻസ്. അപ്പോൾ ഇങ്ങനെ ചാടി ഇറങ്ങുമ്പോൾ വീഴാതിരിക്കണമെങ്കിൽ കുറച്ച് ദൂരം മുന്നോട്ട് ഇയാൾ റൺ ചെയ്യേണ്ടി വരും, ഓടേണ്ടി വരും. ഓടി ശരീരം ബാലൻസ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ മുന്നോട്ട് വീഴും. അപ്പോൾ ഇറങ്ങേണ്ടത് എപ്പോഴും മുന്നോട്ട് ഇറങ്ങണം. ഓടുന്ന വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുമ്പോൾ നമ്മൾ മുന്നോട്ട് തന്നെ ചാടി ഇറങ്ങണം. എന്നിട്ട് ഒരു 3-4 സ്റ്റെപ്പ് മുന്നോട്ട് ഓടി വേണം ശരീരം ബാലൻസ് ചെയ്യാൻ. പുറകോട്ടാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഴും. കാരണം പുറകോട്ട് ഓടി ബാലൻസ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. നമ്പർ 3, എ പാസഞ്ചർ എക്സ്പീരിയൻസ് എ സൈഡ്വേ ജെർക്ക് when bus takes a sharp turn. ബസ് ഒരു ഷാർപ്പായിട്ടുള്ളൊരു വളവ് തിരിയുമ്പോൾ ഈ പാസഞ്ചേഴ്സിന് സൈഡിലേക്ക് ഒരു ജെർക്ക് ഉണ്ടാകും. അതിൻ്റെ കാരണം എന്താണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ആക്ഷൻ കൂടിയാണ്. when a bus takes a sudden turn, the passenger experiences a sideway jerk. The feet of the passenger follow the change in direction of motion, but the upper part of the body due to inertia of motion continues for a while in the original direction. This results in a sideway jerk. വണ്ടി തിരിക്കുമ്പോൾ പിന്നെ ഇയാളുടെ കാൽപാദം ആ തിരിക്കുന്നതിനൊപ്പം നീങ്ങും, പക്ഷേ മുകളിലത്തെ ഭാഗം ഇനർഷ്യ മോഷൻ മൂലം അവിടെ തന്നെ നിൽക്കും. ഇതിന് ഫലമായിട്ട് ഒരു ജെർക്ക്, ഒരു ചാട്ടം അനുഭവപ്പെടും. Next question. A ball thrown upward in a train moving with uniform velocity returns to the thrower's hand. ഇപ്പോൾ ഓടുന്ന ട്രെയിനിൽ ഇരുന്നു കൊണ്ട് ഒരാളൊരു പന്ത് മേപ്പോട്ട് എറിഞ്ഞാൽ ആ പന്ത് തിരിച്ച് ഇയാളുടെ കയ്യിൽ തന്നെ വീഴും. ട്രെയിനകത്ത് അല്ലെങ്കിൽ ബസ്സിനകത്ത് ഇരുന്നു കൊണ്ട് ഒരാളൊരു പന്ത് മേപ്പോട്ട് എറിഞ്ഞാൽ ആ പന്ത് റിട്ടേൺ ആകുന്നത് ഇയാളുടെ കയ്യിലേക്ക് തന്നെയായിരിക്കും. അതിന് കാരണം എന്താണ്? ഡ്യൂ ടു ഇനർഷ്യ ഓഫ് മോഷൻ, ദി ഹോറിസോണ്ടൽ വെലോസിറ്റി ഓഫ് ദി ബോൾ ആൻഡ് ദി ത്രോവർ ആർ സെയിം ആസ് ദാറ്റ് ഓഫ് ട്രെയിൻ ആൻഡ് ഹെൻസ് ദ ബോൾ റിട്ടേൺസ് ടു ത്രോവേഴ്സ് ഹാൻഡ്. അപ്പോൾ ഇയാൾ പന്തെറിയുമ്പോൾ ഈ പന്തിൻ്റെ മുന്നോട്ടുള്ള വെലോസിറ്റിയും സ്പീഡും ഈ ആളിൻ്റെ സ്പീഡും ബസ്സിനകത്ത് ഒന്നാണ്. അപ്പോൾ ഇനർഷ്യ ഓഫ് മോഷൻ രണ്ടും സെയിം ആണ്. അതുകൊണ്ട് ഈ പന്ത് കയ്യിൽ തന്നെ വീഴും റിട്ടേൺ ആകുമ്പോൾ.
ഇനി നമ്മളൊരു ഡെഫിനേഷനോട് പഠിക്കുകയാണ്. അടുത്ത ഈ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡെഫിനേഷനാണ് മൊമെൻ്റം എന്ന് പറയുന്നത്. മൊമെൻ്റം എന്ന് പറഞ്ഞാലും മതി, കുറച്ചുകൂടി വ്യക്തമായിട്ട് നമ്മൾ ലീനിയർ മൊമെൻ്റ് എന്ന് പറയാണ്. കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആംഗുലാർ മൊമെൻ്റം പഠിക്കും. അപ്പോൾ ആംഗുലാർ മൊമെൻ്റവും ലീനിയർ മൊമെൻ്റവും തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇവിടെ ലീനിയർ എന്നുള്ള വാക്ക് ചേർത്തത്. മൊമെൻ്റം എന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലീനിയർ മൊമെൻ്റാണ്. ലീനിയർ മൊമെൻ്റം സംവേഗം എന്ന് മലയാളത്തിൽ പറയും. ലീനിയർ മൊമെൻ്റം അത് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. ഒരു വസ്തുവിൻ്റെ മാസ് ഇൻറ്റു വെലോസിറ്റി, ചലിക്കുന്ന വസ്തുവിന് മാത്രമേ മൊമെൻ്റം ഉള്ളൂ. ലീനിയർ മൊമെൻ്റം, the linear momentum of a body is defined as the product of mass and velocity of a body. The linear momentum is the product of mass and velocity, and it is the property of a body in motion. It is the property of a body in motion. ചലിക്കുന്ന വസ്തുക്കൾക്ക് മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണ് മൊമെൻ്റം. ലീനിയർ മൊമെൻ്റം അത് പി എന്നളക്കും. പി മാസിൻ്റെ വെലോസിറ്റി. ഇവിടെ മാസ് സ്കെയിലറാണ്, വെലോസിറ്റി വെക്ടറാണ്, അതുകൊണ്ട് മൊമെൻ്റം വെക്ടറാണ്. Being the product of scalar quantity mass and the vector quantity velocity, the momentum is a vector quantity. The direction of momentum is same as that velocity. വെലോസിറ്റിയുടെ അതേ ഡയറക്ഷൻ തന്നെയാണ് മൊമെൻ്റത്തിൻ്റെ ഡയറക്ഷൻ. ഇനി അതിൻ്റെ യൂണിറ്റും ഡയമെൻഷനും കൂടി അറിഞ്ഞിരിക്കണം മൊമെൻ്റത്തിൻ്റെ. ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ മൊമെൻ്റം ഈസ് ml(t⁻⁻1). മാസിൻ്റെ വെലോസിറ്റി ആണല്ലോ, ml(t⁻⁻1). And in SI system, Standard International System or System International എന്നും പറയും. SI സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ സിസ്റ്റം, അല്ലെങ്കിൽ പറയും സിസ്റ്റം ഇൻ്റർനാഷണൽ. രണ്ട് തരത്തിൽ പറയാം. SI സിസ്റ്റം എന്ന് പറയുന്നതിൽ പിശകില്ല. SI എന്ന് പറഞ്ഞാൽ തന്നെ സിസ്റ്റം ഇൻ്റർനാഷണൽ. SI എന്ന് മാത്രം പറഞ്ഞാലും മതി. SI മീൻസ് സിസ്റ്റം ഇൻ്റർനാഷണൽ. SI സിസ്റ്റം മീൻസ് സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ സിസ്റ്റം വിച്ച് ഇസ് സെയിം ആസ് SI. The dimensional formula for momentum is ml(t⁻⁻1), and in SI system its unit is kilogram meter per second. A body of mass 1 kilogram moving with a constant velocity of 1 meter per second has linear momentum of 1 kilogram meter per second. 1 കിലോഗ്രാം മാസുള്ള വസ്തു 1 മീറ്റർ പെർ സെക്കൻഡിൽ പോവുകയാണെങ്കിൽ എന്താണ് മൊമെൻ്റം? മൊമെൻ്റം P is equal to മാസിൻ്റെ വെലോസിറ്റി 1 into 1. So it is 1 kilogram meter per second. That is all with your 30th lecture. We continue our class. Thank you very much.